Okay, listen. In our last class, we are discussing about the safety at home. Okay, safety at home. Electric shock, burns, poisoning. അത് മൂന്നും നമ്മൾ പറഞ്ഞു അല്ലേ? Electric shocks, poisoning and burns. അത് മൂന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. And next, in the kitchen. Poisoning clear അല്ലേ? ഒന്നും കൂടെ പറയണോ? Poisoning വേണോ? Okay, വേണ്ട അല്ലേ? വേണോ ആദിദേവ്? Okay, just ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. Poisoning. Listen here. Stale, spoiled and uncovered food can cause poisoning. Food should be covered and stored properly. We should not take any medicine without asking an adult or a doctor. Poisonous chemicals should be labeled properly and kept away from eatables. എന്താണ്? Okay. Stale, spoiled and uncovered food can cause poisoning. അതായത് പഴകിയതും കേടായതുമായ ഭക്ഷണം എന്തുണ്ടാക്കും? പോയിസണിങ് ഉണ്ടാക്കും, വിഷബാധ ഉണ്ടാക്കും അല്ലെ? ഫുഡ് ഷുഡ് ബി കവേർഡ് ആൻഡ് സ്റ്റോർഡ് പ്രോപ്പർലി. ഫുഡ് ഷുഡ് ബി കവേർഡ് ആൻഡ് സ്റ്റോർഡ് പ്രോപ്പർലി. എന്നാല് ഫുഡ് എന്ത് ചെയ്യണം? എപ്പോഴും അടച്ച് നല്ല ഭദ്രമാക്കിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം അല്ലെ? We should not take any medicine without asking an adult or a doctor. In case of any poisoning, we should not take any medicine without asking a adult or doctor. എന്ത് ചെയ്യണം നമ്മള്? അഥവാ എന്തെങ്കിലും പോയിസണിങ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അഡൽറ്റിനോടോ ഡോക്ടറോടോ ചോദിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മരുന്ന് കഴിക്കാൻ വേണ്ടി പാടില്ല. Poisonous chemicals should be labeled properly and kept away from eatables. എന്താണ്? പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ലേബൽ ചെയ്ത് ഈറ്റബിൾസിന്റെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം. ഈറ്റബിൾസ് എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ അല്ലെ? നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടുത്തൊന്നും പോയിസണസ് കെമിക്കൽസ് നമ്മൾ വെക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതായത് സ്റ്റെയിൽ ആൻഡ് സ്പോയിൽഡ് ആൻഡ് അൺകവേർഡ് ഫുഡ്, പഴകിയതും കേടായതും തുറന്നു വെച്ചതുമായ ഭക്ഷണം ഷുഡ് ബി കോസ്റ്റ് ടു പോയിസണിങ് അല്ലെ? പോയിസണിങ്ങിന് കാരണമാകുന്നു. ഫുഡ് ഷുഡ് ബി കവേർഡ് ആൻഡ് സ്റ്റോർഡ് പ്രോപ്പർലി, ഭക്ഷണം എന്ത് ചെയ്യണം? അടച്ച് വൃത്തിയായി സൂക്ഷിക്കണം. We should not take any medicine without asking an adult or a doctor. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അഡൽറ്റിനോടോ ഡോക്ടറോടോ ചോദിക്കാതെ എന്ത് ചെയ്യരുത്? മരുന്ന് കഴിക്കരുത്. And poisonous chemicals should be labeled properly and kept away from eatables. പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ലേബൽ ചെയ്ത് നമ്മുടെ ഈറ്റബിൾസിന്റെ, അതായത് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം. ക്ലിയർ? Then next is in the kitchen. നമ്മുടെ നെക്സ്റ്റ് സേഫ്റ്റി അറ്റ് ഹോം ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ കിച്ചണിൽ നമ്മൾ എങ്ങനെയൊക്കെ സേഫ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലിസൺ ഹിയർ. ഇൻ ദ കിച്ചൺ. First point, do not wear synthetic clothes in the kitchen. They catch fire easily. എന്താണ്? Do not wear synthetic clothes. എന്താണ് synthetic cloth? പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സുകൾ അല്ലേ? In the kitchen, they catch fire easily. എന്ത് ചെയ്യണം? സിന്തറ്റിക് ക്ലോത്ത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെ? അതെന്താണ്? They catch fire easily. അതെന്താണ്? പെട്ടെന്ന് തീ, അഥവാ എവിടെയെങ്കിലും ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഈ സിന്തറ്റിക് ക്ലോത്തിന് പെട്ടെന്ന് തന്നെ തീ പിടിക്കും എന്നാണ് പറയുന്നത് അല്ലെ? അതായത് എപ്പോഴും കോട്ടൺ ആൻഡ് കട്ടിയുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും ധരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? ഇൻ ദ കിച്ചൺ, നമ്മൾ കിച്ചണിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സിന്തറ്റിക് വസ്ത്രങ്ങൾ ധരിക്കരുത്. എന്തുകൊണ്ടാണ് സിന്തറ്റിക് വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സിന്തറ്റിക്കിന് പെട്ടെന്ന് തീ പിടിക്കും. ഓക്കെ. Throw vegetables and fruit peels in the waste basket. You would slip if you step on them. എന്താണ്? Throw vegetables and fruit peels. എന്താണ്? പച്ചക്കറികളുടെയും പഴങ്ങളുടെയും തൊലികൾ. പീൽസ് എന്ന് വെച്ചാൽ എന്താണ്? തൊലിയാണ് അല്ലെ? അതിന്റെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് ത്രോ ഇറ്റ് ഇൻ ഡസ്റ്റ്ബിൻ അല്ലെ? എപ്പോഴും എന്ത് ചെയ്യണം? അത് വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? യു വുഡ് സ്ലിപ്പ് ഇഫ് യു സ്റ്റെപ്പ് ഓൺ ദം. നമ്മൾ അതിൽ ചവിട്ടിയാൽ എന്താവും?
സ്ലിപ്പായി വീഴും അല്ലെ, അങ്ങനെ ആക്സിഡൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു അല്ലെ, ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എനിവെയർ, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് പറയുന്നത് ത്രോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പീൽസ് on the waste bin, you should slip if you step on them. എന്ത് ചെയ്യണം, എപ്പോഴും വേസ്റ്റ് ബിന്നിൽ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ. അഥവാ നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതിൽ ചവിട്ടിയാല് തെന്നി സ്ലിപ്പായി വീഴും. അതുകൊണ്ടാണ് എപ്പോഴും വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രമേ ഇതൊക്കെ ഇടാവൂ എന്ന് പറയുന്നത്. Then always pick up a knife by its handle. എന്താണത്, always pick up a knife by its handle. എന്ത് ചെയ്യുക, ഒരു കത്തി എപ്പോഴും എടുക്കുമ്പോ എന്ത് ചെയ്യണം നമ്മള്, pick up by its handle, അതിന്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മാത്രം എടുക്കുക അല്ലെ. ഹാൻഡിൽ എന്താണ്, പിടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെ, മൂർച്ചയില്ലാത്ത പിടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പിടിച്ച് മാത്രമേ നമ്മള് കത്തികളൊക്കെ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ എന്ത് പറ്റും, നല്ല ഷാർപ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എന്താണ് ഉണ്ടാവുക, നമ്മുടെ കൈ ഫിംഗർ ഹേർട്ട് ആവാം അല്ലെ. അതുകൊണ്ടാണ് ഓൾവേസ് pick up a knife by its handle എന്ന് പറയുന്നത്. Okay, then keep the pan handles turned away from the edge of the cooking counter. You might knock off the pans of the stove. എന്താണ്, keep the pan handles turned away from the edge of the cooking counter. You might knock off the pans of the stove. എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റവിൽ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, keep the pan handles turned away. അതിന്റെ ഹാൻഡിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ പാത്രങ്ങളൊക്കെ പിടിക്കാൻ അതിന് എന്തുണ്ടാവും, ഒരു ഹാൻഡിൽ ഉണ്ടാവും അല്ലെ. അവിടെ ഒരു പിക്ചർ ഉണ്ടോ, ഒരാള് ഒരു പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതെന്താണ്, അതിനാണ് അതിന്റെ ഹാൻഡിൽ എന്ന് പറയുക. അപ്പൊ ഓൾവേസ് keep the pan handles turned away from the edge of the cooking. പാചകം ചെയ്യുന്നതിന്റെ അടുത്ത് നിന്ന് എപ്പോഴും എന്ത് ചെയ്യണം, അതിന്റെ ഹാൻഡില് കുറച്ച് ഫയറിന്റെ അടുത്തുനിന്ന് മാറ്റി വേണം വെക്കാൻ വേണ്ടി. നമ്മുടെ കയ്യോ അതിൽ തട്ടിയാൽ നമുക്ക് എന്തുണ്ടാവാം, പൊള്ളല് ഏൽക്കാം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യണം, പാൻ ഹാൻഡിൽസ് ടേൺഡ് അവേ ഫ്രം ദ എഡ്ജ് ഓഫ് ദ കുക്കിംഗ് അല്ലെ. പാചകം ചെയ്യുന്നതിന്റെ അടുത്ത് നിന്ന് എപ്പോഴും ഹാൻഡില് മാറ്റി വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. Then never go too close to the fire. എന്ത് ചെയ്യാൻ വേണ്ടില്ല, വളരെ അടുത്ത് പോവാൻ വേണ്ടി പാടില്ല അല്ലെ. തീയുടെ വളരെ അടുത്ത് പോവാൻ വേണ്ടി നമ്മൾ പാടില്ല. never go too close to the fire, very close. എന്താണ്, ഫയറിന്റെ ഒരുപാട് അടുത്ത് നമ്മൾ. ആരോൺ കെ, അജിത്, ഫെഡ്രിൻ, ജോൺ എന്തിനാണ് വീഡിയോ ഓഫ് ചെയ്തത്, ഫെഡ്രിൻ what are you doing there? ഫെഡ്രിൻ നാളെ തൊട്ട് വീണ്ടും സ്കൂളിലേക്ക് തന്നെ വരേണ്ടി വരുവേ ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, ദേവാഞ്ജന എന്താണ് മോളെ, ആരോൺ വീഡിയോ ഓൺ ചെയ്തേ. Then എന്താണ് പറയുന്നത്, never go too close to the fire. തീയുടെ വളരെ അടുത്ത് നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ഓഫ് ചെയ്യുന്നത്, ആരോൺ എല്ലാ ദിവസവും ഇതിങ്ങനെ പറയണോ, വീഡിയോ ഓഫ് ചെയ്യരുത്, ക്ലാസ് എടുക്കുമ്പോ വീഡിയോ ഓഫ് ചെയ്യരുതെന്ന്? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ മക്കളെ, നിങ്ങൾ 4th-ലായില്ലേ, ഒരാവശ്യമില്ലാതെ എന്തിനാണ് ചെയ്യുന്നത് ഓരോന്ന്. Then never go too close to the fire. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, തീയുടെ വളരെ അടുത്ത് പോവാൻ വേണ്ടി പാടില്ല. And never blow at the fire with mouth. നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, never blow at the fire with mouth. തീ എന്ത് ചെയ്യാൻ പാടില്ല, വായ കൊണ്ട് ഊതാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, തീ കത്താൻ വേണ്ടി വായ കൊണ്ട് ഊതാറുണ്ടല്ലേ, അടുപ്പില് നമ്മൾ ഊതാറുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? ഒന്നുകൂടെ പറയാം. ലിസൺ. ഇൻ ദ കിച്ചണിൽ നമ്മൾ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, സേഫ്റ്റി അറ്റ് ഹോം ആണ് നമ്മൾ പറയുന്നത്. വീട്ടിൽ നമ്മൾ എങ്ങനെ സേഫ് ആയി ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഷോക്ക് ആണ് അല്ലെ. ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വി മസ്റ്റ് ഫോളോ സം സേഫ്റ്റി റൂൾസ്. അതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം, സ്വന്തം ഇഷ്ടത്തിന് റിപ്പയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്, ബേൺസ് ആണ് അല്ലെ. തീപിടുത്തം കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളാണ്. ഫയർ കുഡ് ബി കോസ്ഡ് ബൈ എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് എന്ന് നമ്മൾ പറഞ്ഞു. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് പോലും എന്തുണ്ടാവാം, ബേൺസ് ഉണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ എന്താണ് ബേൺ അല്ലെങ്കിൽ ഫയർ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. ആൻഡ് തേർഡ് വൺ പോയ്സണിങ് നമ്മൾ പറഞ്ഞു. സ്റ്റെയിൽ, സ്പോയിൽഡ് ആൻഡ് അൺകവേർഡ് ഫുഡ് കോസ്ഡ് ബൈ പോയ്സണിങ് അല്ലെ, അതിനൊക്കെ കാരണമാകാം. ദെൻ
in the kitchen. Kitchen നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. Do not wear synthetic clothes in the kitchen. They catch fire easily. എന്ത് ചെയ്യാൻ പാടില്ല? Synthetic cloth കിച്ചണിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് എന്ത് ചെയ്യും? Catch fire easily. പെട്ടെന്ന് തന്നെ തീ ക്യാച്ച് ചെയ്യും അല്ലെ. സിന്തറ്റിക് ക്ലോത്തിന് തീ പിടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊള്ളലേൽക്കും. അത് വളരെ പെട്ടെന്ന് ഉരുകി നമ്മുടെ ദേഹത്തോട് പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് സിന്തറ്റിക് ക്ലോത്ത് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. Then throw vegetables and fruit peels in the waste basket. എന്ത് ചെയ്യണം? വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും പീൽസ്, അതായത് അതിന്റെ തൊലികൾ എന്ത് ചെയ്യണം? Only put it into the waste basket. അത് എന്ത് ചെയ്യണം? എപ്പോഴും വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ. Otherwise you would slip if you step on them. എന്ത് ചെയ്യും? അതിൽ ചവിട്ടിയാൽ തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അതെപ്പോഴും വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രം ഇടണം എന്ന് പറയുന്നത്. Then always pick up a knife by its handle. എന്ത് ചെയ്യണം? Always we should pick up a knife by its handle. അതിന്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? ഒരു കത്തിയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. Then keep the pan handles turned away from the edge of the cooking counter. You might knock off the pans of the stove. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് പാൻ ഹാൻഡിലുകൾ എന്ത് ചെയ്യണം? തീയുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം അല്ലേ, അല്ലെങ്കിൽ ചെരിച്ച് തീ കൊള്ളാത്ത രീതിയിൽ വെക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ കൈ തട്ടും അല്ലെ, അപ്പൊ ആക്സിഡന്റ്സ് ഉണ്ടാവാം. നെവർ ഗോ ടു ക്ലോസ് ടു ദ ഫയർ. തീയുടെ ഒരുപാട് അടുത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. നെവർ ബ്ലോ അറ്റ് ദ ഫയർ വിത്ത് മൗത്ത്. ഒരിക്കലും വായു കൊണ്ട് തീ ബ്ലോ ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെ, ഊതാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഫ്രെഡറിൻ, ആ പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ചേ മോനെ. ഇപ്പൊ നമ്മൾ എടുത്ത പോയിന്റ്സ് ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിക്കണേ. Okay. Do not wear synthetic clothes in the kitchen. They catch fires easily. Okay. Do not wear synthetic clothes in the kitchen. They catch fire easily. മനസ്സിലായില്ലേ? സിന്തറ്റിക് ക്ലോത്ത് ധരിക്കാൻ വേണ്ടി പാടില്ല, അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഫയർ ക്യാച്ച് ചെയ്യും. സെക്കൻഡ് വൺ, throw vegetables and fruit peels in the waste basket. You would slip if you step on them. Throw vegetables and fruit peels in the waste basket. You would slip if you step on them. എന്താണ്? വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും പീൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ തൊലി അല്ലെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ. അതർവൈസ് ഇഫ് യു സ്റ്റെപ്പ് ഓൺ ദം യു വിൽ സ്ലിപ്പ് അല്ലെ. എന്താണ്? അതിൽ ചവിട്ടിയാൽ തെന്നി വീഴും. Then third point, away again. എന്താണത്? away ആണോ? always pick up a വായിച്ചു മോനെ. ഫെഡറിൻ തെറ്റിക്കോട്ടെ, വായിച്ചോ. always pick up a knife. Okay. By its handle. Always pick up a knife by its handle. ഒരു കത്തി എന്ത് ചെയ്യണം? എപ്പോഴും അതിന്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഫോർത്ത് പോയിന്റ്, the pan handle turned away from the edge of the cooking counter.
പെട്ടെന്ന് മോനെ. ഫെഡ്രിൻ എന്താണ് മ്യൂട്ട് ആക്കിയത്? ഓക്കെ, ബാക്കി പെട്ടെന്ന് ഫെഡ്രിൻ. Keep the pan handles turned away from the edge of the cooking. Next page, counter. You might knock off the pans off the stove. Next page. 123 കഴിഞ്ഞാൽ 124. ഡാ ഇപ്പൊ വായിച്ചതിന്റെ നെക്സ്റ്റ് പേജ്. Counter. You might knock off the pans. Knock off the pan of the stove. അതായത് എന്ത് ചെയ്യണം? പാൻ ഹാൻഡിലുകൾ എപ്പോഴും കെയർ ആയിട്ട് മാത്രമേ വെക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അതില് തട്ടിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Never go too close to the fire. Never go too close to the fire. എന്താണ്? ഒരിക്കലും തീയുടെ വളരെ അടുത്ത് പോവാൻ വേണ്ടി പാടില്ല. Never go too close to the fire. Okay, then Never blow at the fire with the mouth. Okay. Never blow at the fire with the mouth. വായ കൊണ്ട് ഒരിക്കലും തീയില് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഊതാൻ വേണ്ടി അല്ലേ? പാടില്ല. ഓക്കെ, ക്ലിയർ? അപ്പോ നമ്മള് ഓൺ ദ ഹോം അല്ലേ? ഓൺ ദ ഹോമിലുള്ള ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞത് അല്ലെ? ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എനിവേർ എനി ടൈം അല്ലേ? ആക്സിഡൻസ് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. വീട്ടിലാണെങ്കിലും റോഡിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എപ്പോ വേണമെങ്കിലും ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ. അപ്പൊ അതിന്റെ സേഫ്റ്റി റൂൾസ് ആണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് സേഫ്റ്റി അറ്റ് ഹോം ആണ് അല്ലെ? ഹൗ ടു ബി സേഫ് അറ്റ് ഹോം. വീട്ടിലിരിക്കുമ്പോ എങ്ങനെ നമ്മൾ നല്ല സേഫ് ആയി ഇരിക്കാം, ആക്സിഡൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന്റെ കുറെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക്കൽ ഷോക്ക്, ബേൺസ്, പോയ്സണിങ്. ദെൻ ഇൻ ദ കിച്ചൺ, എപ്പോഴും കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി നെക്സ്റ്റ് എന്താണ്? സേഫ്റ്റി ഓൺ ദ റോഡ് അല്ലെ? റോഡില് ഇരിക്കുമ്പോ അല്ലെങ്കിൽ റോഡിലെ കൂടി പോകുമ്പോ എങ്ങനെ സേഫ് ആയി ഇരിക്കാം? സേഫ്റ്റി ഓൺ ദ റോഡ്, അതാണ് നെക്സ്റ്റ് പോയിന്റ്. സേഫ്റ്റി ഓൺ ദ റോഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? സേഫ്റ്റി അറ്റ് ഹോം. ദിസ് ഇസ് സേഫ്റ്റി ഓൺ ദ റോഡ്. ലിസൺ. Carelessness on the road can cause accidents. To avoid such accidents, you should follow these rules. എന്താണ്? Carelessness on the road can cause accidents. റോഡിലായിരിക്കുമ്പോ എന്താണ്? ശ്രദ്ധിക്കാതിരിക്കുന്നത് അല്ലെ? അശ്രദ്ധയാണ് റോഡിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിന്റെ മെയിൻ റീസൺ. പ്രധാന കാരണം എന്താണ്? നമ്മുടെ കെയർലെസ്നെസ് ആണ്, അശ്രദ്ധയാണ്. To avoid such accidents, you should follow these rules. അങ്ങനത്തെ ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂൾസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ റൂൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. Carelessness on the road can cause accidents. To avoid such accidents, you should follow these rules. Always walk on the footpath. എന്താണ് പറയുന്നത്? റോഡിൽ എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? നമ്മുടെ കെയർലെസ്നെസ് ആണ് അല്ലെ? നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് അതിന്റെ പ്രധാന റീസൺ. അപ്പോ ഇങ്ങനത്തെ അപകടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ, നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ we must follow some rules. നമ്മൾ എന്ത് ചെയ്യണം? ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, always walk on the footpath. എപ്പോഴും എന്ത് ചെയ്യണം? ഫുട്പാത്തിൽ കൂടി മാത്രമേ നടക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെ? അതായത് റോഡിൽ എന്തുണ്ടാവും? ഫുട്പാത്ത് ഉണ്ടാവും അല്ലെ? അതായത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും നടക്കുമ്പോ എന്ത് ചെയ്യണം? ഫുട്പാത്തിൽ കൂടെ മാത്രമേ നടക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ്
പറയുന്നത്. ക്ലിയർ? ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട് പാത്ത്. എപ്പോഴും ഫുട് പാത്തിൽ കൂടെ മാത്രമേ നടക്കാൻ വേണ്ടി പാടുള്ളൂ. അശ്വിൻ, വാട്ട് ആർ യു ഡൂയിങ് there? Then before crossing the road, look right, then left, then right again. എന്ത് ചെയ്യണം? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു റീസൺ ഇതാണ്. എന്താണ്? ബിഫോർ ക്രോസിംഗ് ദ റോഡ് ലുക്ക് റൈറ്റ്. ഒരു റോഡ് നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലുക്ക് റൈറ്റ്, വലത് ഭാഗത്തേക്ക് നോക്കണം. വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങോട്ട് നോക്കണം? വലത് ഭാഗത്തേക്ക് നോക്കണം. ദെൻ ലെഫ്റ്റ്, പിന്നെ ഇടത് ഭാഗത്തേക്ക് നോക്കണം. ദെൻ അഗെയിൻ ടേൺ റൈറ്റ്, വീണ്ടും എന്ത് ചെയ്യാം? വലത് ഭാഗത്തേക്ക് നോക്കാം. എന്നിട്ട് വാഹനം ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലായോ? ബിഫോർ ക്രോസിംഗ് ദ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ലുക്ക് റൈറ്റ്, വലത് ഭാഗത്തേക്ക് നോക്കുക. ദെൻ ലുക്ക് ലെഫ്റ്റ്, പിന്നെ ഇടത് ഭാഗത്തേക്ക് നോക്കുക. ദെൻ അഗെയിൻ ലുക്ക് റൈറ്റ്, വീണ്ടും എന്ത് ചെയ്യാ? വലത് ഭാഗത്തേക്ക് നോക്കുക. എന്നിട്ട് വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലായോ? ദെൻ ഡു നോട്ട് പ്ലേ ഓൺ ദ റോഡ്. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? റോഡിന്റെ മുകളിൽ നിന്ന് കളിക്കാൻ വേണ്ടി പാടില്ല. അല്ലെ? നമ്മൾ എപ്പോഴും എന്താണ് മിക്കവാറും കാണാറുണ്ട് അല്ലേ? ഇപ്പോ വണ്ടിയൊന്നും അധികം വരാത്ത റോഡൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? റോഡിൽ നിന്ന് കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാം അല്ലെ? അതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഡു നോട്ട് പ്ലേ ഓൺ ദ റോഡ് അല്ലേ? ദെൻ നെവർ സ്റ്റിക്ക് യുവർ ഹെഡ് ഓർ ഹാൻഡ് ഫ്രം എ മൂവിംഗ് വെഹിക്കിൾ. നെവർ സ്റ്റിക്ക് ഔട്ട് യുവർ ഹെഡ് ഓർ ഹാൻഡ് ഫ്രം എ മൂവിംഗ് വെഹിക്കിൾ. എന്താണത്? ഓടുന്ന വാഹനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? തലയും കൈയും പുറത്തിടാൻ വേണ്ടി പാടില്ല അല്ലെ? ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? കൈയും തലയും പുറത്തിടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെ? കണ്ടിട്ടുണ്ടോ അങ്ങനെ എഴുതി വെച്ചത്? ഓക്കെ, അപ്പൊ എന്താണ്? ഡു നോട്ട് നെവർ സ്റ്റിക്ക് ഔട്ട് യുവർ ഹെഡ് ഓർ ഹാൻഡ് ഫ്രം എ മൂവിംഗ് വെഹിക്കിൾ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നോട്ട് സ്റ്റിക്ക് ഔട്ട് യുവർ ഹെഡ് ഓർ ഹാൻഡ്. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? തലയും കൈയും പുറത്തിടാൻ വേണ്ടി പാടില്ല. Then cross the road at the zebra crossing or use the subway or foot over bridge. എന്ത് ചെയ്യണം? Cross the road at the zebra crossing. എപ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ zebra crossingലൂടെ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. zebra crossing കണ്ടിട്ടില്ലേ? white and black lines on the road അല്ലേ? റോഡിൽ എന്തുണ്ടാകാം? വെള്ളയും കറുപ്പും വരകൾ ഉണ്ടാവും അല്ലെ? ലുക്ക് ലൈക്ക് സീബ്ര. അതെന്താണ്? സീബ്രയെ പോലെയാണ് അല്ലെ? സീബ്ര എങ്ങനെയാണ്? വെള്ളയും കറുത്തയും വരകളാണ് സീബ്രയ്ക്കുള്ളത് അല്ലെ? അതുകൊണ്ടാണ് ഇതിനെ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. ലുക്ക് ലൈക്ക് സീബ്ര. അത് കാണാൻ എന്തുണ്ട്? സീബ്രയെ പോലെ ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ക്രോസ് ദ റോഡ് അറ്റ് ദി സീബ്ര ക്രോസിംഗ് ഓർ യൂസ് ദ സബ്വേ ഓർ ഫുട്ട് ഓവർ ബ്രിഡ്ജ്. എന്ത് ചെയ്യാം? ഒന്നുകിൽ സീബ്ര ക്രോസിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ സബ്വേ അല്ലെ? റോഡിന്റെ സബ്വേ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ്. എന്ത് ചെയ്യാ? ഓവർ ബ്രിഡ്ജിലേക്കൂടെ മാത്രം യാത്രക്കാർക്ക് പോകാനുള്ള ഓവർ ബ്രിഡ്ജ് ഉണ്ടാകും അല്ലെ? റോഡിന്റെ മുകളിൽ കൂടെ എന്തുണ്ടാവാം? ഒരു ഓവർ ബ്രിഡ്ജ് കാണാറുണ്ട്. അതിലെ കൂടെ മാത്രമേ നടന്നു പോകാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? These are safety rules we must follow on the road. നമ്മൾ എന്ത് ചെയ്യണം? റോഡിൽ ശ്രദ്ധിക്കേണ്ടുന്ന സേഫ്റ്റി റൂൾസ് ആണ് ഇത്. മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് പറയാം. Carelessness on the road can cause accidents. To avoid such accidents, you should follow these rules. എന്താണ്? റോഡിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിന്റെ മെയിൻ റീസൺ നമ്മുടെ കെയർലെസ്നെസ് ആണ്. അപ്പോ we avoid such accidents. നമ്മൾ ഈ ആക്സിഡൻസ് ഒഴിവാക്കണമെങ്കിൽ we must follow these safety rules. ഇവിടെ കുറച്ച് സേഫ്റ്റി റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. Always walk on the footpath. എപ്പോഴും ഫുട്പാത്തിൽ കൂടെ മാത്രമേ നടക്കാൻ വേണ്ടി പാടുള്ളൂ. Before crossing the road, look right, then left, then right again. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ആദ്യം വലതുവശത്ത് നോക്കണം, പിന്നീട് ഇടതുവശത്ത് നോക്കണം. Then look again to right. വീണ്ടും വലതുവശത്തേക്ക് നോക്കി
there is no vehicle എന്ന് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, then do not play on the road. റോഡിന്റെ മുകളിൽ നിന്ന് കളിക്കരുത്, കളിക്കാൻ വേണ്ടി പാടില്ല. അബ്ദുൾ ബാസിത്ത് വീഡിയോ എന്തിനാ ഓഫ് ചെയ്തത്? then never stick out your, എന്തിനാണ് മോനെ വീഡിയോ ഓഫ് ചെയ്തത് അബ്ദുൾ ബാസിത്ത്? never stick out your head or hand from a moving vehicle. നമ്മുടെ തലയും കൈയും ഒന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, പുറത്തിടാൻ വേണ്ടി പാടില്ല. മുഹമ്മദ് നിഹാൽ, നിഹാലിന്റെ വീഡിയോ എന്താണ് നിഹാൽ? okay, then cross the road at the zebra crossing or use the subway or foot over bridge. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, സീബ്ര ക്രോസിംഗിലൂടെ കൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആൻഡ് ഓർ യൂസ് ദ സബ്വേ ഓർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ്, അല്ലെങ്കിൽ സബ്വേയോ ഓവർ ബ്രിഡ്ജിലെ കൂടെ മാത്രമേ നമ്മൾ പോകാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മുഹമ്മദ് നിഹാൽ ഇപ്പൊ എടുത്ത പോയിന്റ്സ് ഒന്ന് വായിച്ചേ. സേഫ്റ്റി ഓൺ ദ റോഡ്, അൺമ്യൂട്ട് ചെയ്തേ. Carelessness on the road can cause accidents. To avoid such accidents, you should follow these rules. Always walk on the footpath. Before crossing the road, look right, then left, then right again. Do not play on the road. Never stick out your head or hand from a moving vehicle. Cross the road at the zebra crossing or use the subway or foot over bridge. Foot over bridge, bridge എന്നാണ് കേട്ടോ മോനെ നിഹാൽ. അപ്പൊ എന്താണ് പറഞ്ഞത്? സേഫ്റ്റി ഓൺ ദ റോഡ് അല്ലേ, റോഡിൽ കൂടി പോകുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ സേഫ്റ്റി അറ്റ് ഹോം പറഞ്ഞു. അതെന്തൊക്കെയാണ്? ഇലക്ട്രിക് ഷോക്ക്, ബേൺസ്, പോയിസണിങ് അല്ലെ. ഇലക്ട്രിക് ഷോക്ക്, ബേൺസ്, പോയിസണിങ് ആൻഡ് സേഫ്റ്റി റൂൾസ് ഇൻ ദ കിച്ചൺ അല്ലെ. അടുക്കളയിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. ദെൻ സേഫ്റ്റി ഓൺ ദ റോഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. റോഡിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ്? സേഫ്റ്റി റൂൾസ് ഫോർ സ്വിമ്മിങ്. നെക്സ്റ്റ് പോയിന്റ് സേഫ്റ്റി റൂൾസ് ഫോർ സ്വിമ്മിങ്. എന്താണ്? സ്വിം ചെയ്യുമ്പോൾ അല്ലെ, സ്വിമ്മിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഫസ്റ്റ് പോയിന്റ്, ഒബ്സർവ് ദിസ് റൂൾ വൈൽ സ്വിമ്മിങ്. എന്താണ് പറയുന്നത്? നീന്താൻ വേണ്ടി നമ്മൾ സ്വിം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഗോ ഫോർ സ്വിമ്മിങ് ഫോർ അറ്റ്ലീസ്റ്റ് 2 hours ആഫ്റ്റർ മീൽ. എന്താണത്? ഡു നോട്ട് ഗോ ഫോർ സ്വിമ്മിങ്, സ്വിമ്മിങ്ങിന് പോകരുത് എപ്പോൾ? ഫോർ അറ്റ്ലീസ്റ്റ് 2 hours ആഫ്റ്റർ മീൽ. എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് 2 hours, എന്താണ്, ചുരുങ്ങിയത് 2 മണിക്കൂറിനെങ്കിലും ശേഷം മാത്രമേ നമ്മൾ നീന്താൻ പോകാൻ വേണ്ടി പാടുള്ളൂ. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും അല്ലെ. നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ സ്വിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവാം? നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പൊ എന്തുണ്ടാവും? ആക്സിഡന്റ്സ് ക്യാൻ ഹാപ്പൻ because you do not go for swimming for at least 2 hours after meal. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? സ്വിം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. Then do not push each other into the water for fun അല്ലെ. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Do not push each other into the water for fun. തമാശയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ആരെയും വെള്ളത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ വിഷമത്തിലാക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അങ്ങനെ ഒരിക്കലും തമാശയ്ക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിനും ആരെയും വെറുതെ ഒരു രസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ വെള്ളത്തിലേക്ക് തള്ളിയിടും അല്ലെ. ചിലപ്പോ അവർക്ക് നീന്താൻ വേണ്ടി പറ്റണമെന്നില്ല, ചിലപ്പോ നീന്താൻ അറിയണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോ ആ സമയത്ത് അവർക്ക് നീന്താൻ വേണ്ടി പറ്റണമെന്നില്ല അല്ലെ. അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക്
ലൈഫ് ലോങ് നമ്മളെ അത് വിഷമിപ്പിക്കും അല്ലേ? അതുകൊണ്ട് തമാശയ്ക്ക് വേണ്ടി പോലും ആരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഡു നോട്ട് പുഷ് ഈച്ച് അതർ ഇൻ ടു ദ വാട്ടർ ഫോർ ഫൺ. തമാശയ്ക്ക് വേണ്ടി ആരെയും വെള്ളത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി പാടില്ല. ദെൻ ഡു നോട്ട് സ്വിം ഇഫ് യു ഹാവ് എ കോൾഡ്. നിങ്ങൾക്കൊരു കോൾഡ് ഉണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് ജലദോഷമോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സ്വിം ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോഴും എന്താണ്, ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവെ എന്തുണ്ടാകും? ശ്വാസം എയർ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ? ശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വെള്ളത്തിൽ ഇറങ്ങി നീന്തിയാല് അത് കൂടുതൽ ആക്സിഡന്റ്സ് ഉണ്ടാക്കിയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഫെഡ്രിൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫെഡ്രിൻ ടെക്സ്റ്റ് തന്നെയാണോ നോക്കുന്നേ? ഓക്കെ, അപ്പൊ എന്താണ്? ഡു നോട്ട് സ്വിം ഇഫ് യു ഹാവ് എ കോൾഡ്. നിങ്ങൾക്ക് ജലദോഷം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നീന്താൻ വേണ്ടി പോകരുത്. യൂസ് എ സ്വിമ്മിംഗ് ട്യൂബ് ഓർ ഫ്ലോട്ടേഴ്സ് ടു സ്വിം ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. എങ്ങനെയാണ് നീന്തേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്വിമ്മിംഗ് ട്യൂബോ ഫ്ലോട്ടേഴ്സോ അല്ലെ, വെള്ളത്തില് പൊങ്ങിക്കിടക്കുന്ന സ്വിമ്മിംഗ് ട്യൂബോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സേഫ്റ്റി ഡ്രസ്സോ ഒക്കെ ധരിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വെറുതെ പോയിട്ട് ഒരുപാട് വെള്ളത്തിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ലിസൺ, ഒബ്സർവ് ദീസ് റൂൾസ് വൈൽ സ്വിമ്മിങ്. സേഫ്റ്റി റൂൾസ് ഫോർ സ്വിമ്മിങ് ആണ്. എപ്പോഴും നീന്താൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ഡു നോട്ട് ഗോ ഫോർ സ്വിമ്മിങ് അറ്റ്ലീസ്റ്റ് 2 hours ആഫ്റ്റർ മീൽ. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് 2 മണിക്കൂറിന് ശേഷം മാത്രമേ നീന്താൻ വേണ്ടി പോകാൻ പാടുള്ളൂ. Then do not push each other into the water for fun. We do not push others for water for a fun. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? തമാശക്ക് വെറുതെ ആരെങ്കിലും വെള്ളത്തിൽ തള്ളിയിടാൻ വേണ്ടി പോകരുത്. ഡു നോട്ട് സ്വിം ഇഫ് യു ഹാവ് എ കോൾഡ്. നിങ്ങൾക്ക് കോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യരുത്? നീന്താൻ പോകരുത്. Then use a swimming tube or floaters to swim if you don't know how to swim. എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? അഥവാ നിങ്ങൾക്ക് നീന്തൽ അറിയില്ല എങ്കിൽ സ്വിമ്മിംഗ് ട്യൂബോ ഫ്ലോട്ടേഴ്സോ എടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ അല്ലെ? അഥവാ എന്തെങ്കിലും ആക്സിഡന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ എന്താവും? നമ്മള് സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സ്വിമ്മിംഗ് ട്യൂബ് എടുത്തിട്ട് മാത്രമേ വെള്ളത്തിൽ പോകാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് സേഫ്റ്റി റൂൾസ് കഴിഞ്ഞു. അതായത് സേഫ്റ്റി റൂൾസ് ഇവിടെ സേഫ്റ്റി അറ്റ് ഹോം, സേഫ്റ്റി ഓൺ ദ റോഡ് അല്ലെ, സേഫ്റ്റി വൈൽ സ്വിമ്മിങ്, ഇതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എയ്ഡ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്സിഡന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ രക്ഷിക്കണം എന്നുള്ളതല്ല. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു എന്താണ്? Thus, it is important to know how to follow the safety rules. അല്ലെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സേഫ്റ്റി റൂൾസ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Knowing how to stay safe, എങ്ങനെയാണ് സേഫ് ആയി ഇരിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. അതുകൂടാതെ എന്ത് വേണം? How to help an injured person is very important. എങ്ങനെയാണ് ഒരു ഇൻജേർഡ് പേഴ്സണെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ. ഒരു ആക്സിഡന്റ് ഉണ്ടായ ആൾക്ക് എങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകാം, അല്ലെങ്കിൽ ഏതൊക്കെ ആക്സിഡന്റ്സിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സ് ആർ നീഡഡ് എന്ന് നമ്മൾ പഠിക്കണം. ടൈംലി ഹെൽപ്പ് ക്യാൻ സേവ് പേഴ്സൺസ് ലൈഫ്. ഒന്ന് നോക്കാം ഫസ്റ്റ് എയ്ഡിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് പറയാം. ടൈംലി ഹെൽപ്പ് ക്യാൻ സേവ് എ പേഴ്സൺസ് ലൈഫ്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ ബിഫോർ എ ഡോക്ടർ അറൈവ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാല്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് to an injured person before a doctor arrives. അതായത് ഒരു ഡോക്ടർ വരുന്നതിന് മുമ്പ് നമ്മൾ രോഗിക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇൻജേർഡ് പേഴ്സണ് നൽകുന്ന ആദ്യത്തെ ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാ. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ എയ്ഡ്. വാട്ട് ഡു യു മീൻ ബൈ എയ്ഡ്? എയ്ഡ് എന്താണ്? സഹായമാണ്, ഹെൽപ്പാണ്. ഫസ്റ്റ് എയ്ഡ് പ്രഥമ സഹായം അല്ലെ, പ്രഥമ ശുശ്രൂഷ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഫസ്റ്റ് എയ്ഡ്? ഇപ്പോ ഒരു എന്താണ് ആരെങ്കിലും ഒരാളെ ഒരു സ്നേക്കിന്റെ ബൈറ്റ് അല്ലെ, ഒരു പാമ്പിന്റെ കടി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാറുണ്ട്? നന്നായിട്ട് ആ മുറിവ് കഴുകണം. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു
ഒരു മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് നമ്മൾ ഒഴുക്കി കളയണം, അതിനുശേഷം ഒരു തുണി കൊണ്ട് ടൈറ്റ് ആയി കെട്ടണം എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണോ ചെയ്യുക? അപ്പോഴേക്കും എന്താവും? പാമ്പ് കടിച്ച ആള് മരിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണത് അല്ലെ? മുറിവ് നന്നായി കഴുകി ബ്ലേഡ് കൊണ്ട് മറ്റൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ബ്ലഡ് അതിൽ നിന്ന് കളഞ്ഞ് വീണ്ടും ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേസോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം എന്ന് പറയാറുണ്ട് അല്ലെ? അതെന്താണ്? പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. അത് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ അല്ല ചെയ്യേണ്ടത് അല്ലെ? നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരാൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജുവേർഡ് പേഴ്സൺ, ഒരു അപകടം പറ്റിയ അല്ലെങ്കിൽ മുറിവ് പറ്റിയ ആൾക്ക് ആദ്യം കിട്ടുന്ന ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാ അല്ലെ? എവിടെയെങ്കിലും വീണു, കയ്യോ കാലോ മുറിഞ്ഞു, എന്ത് ചെയ്യണം? ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ എന്ത് ചെയ്യാം? നല്ലൊരു വൃത്തിയുള്ള തുണിയെടുത്ത് ആ മുറിവ് നന്നായി അമർത്തി പിടിച്ച് അതിലെ ബ്ലഡ് ഒക്കെ കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നന്നായി അമർത്തി പിടിക്കുമ്പോ തന്നെ എന്ത് സംഭവിക്കും? ബ്ലഡ് വരുന്നത് നിൽക്കും അല്ലെ? ആദ്യം ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ എന്തെങ്കിലും മോശം തുണിയൊന്നും എടുത്ത് വെക്കാൻ വേണ്ടി പാടില്ല. നല്ല നീറ്റായ വൃത്തിയുള്ള തുണി എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ മുറിവിൽ നന്നായി അമർത്തി പിടിക്കണം അല്ലെ? മോശമുള്ള അല്ലെങ്കിൽ അഴുക്കുള്ള ഡ്രസ്സോ തുണിയോ ആണെങ്കിൽ എന്ത് പറ്റും? മുറിവ് എന്താവും? പോയിസൺ ആവും അല്ലെ? ആ ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല തുണിയെടുത്ത് ആദ്യം അമർത്തി പിടിക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ അപകടം ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ബൈ ആൻ ഇൻജേർഡ് പേഴ്സൺ ബിഫോർ എ ഡോക്ടർ ഈസ് അറൈവ്സ്. ഒരു ഡോക്ടർ എത്തിച്ചേരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് എല്ലാവരും ചെയ്യേണ്ടത് ആദ്യം എടുത്ത ഭാഗം മുതൽ ഫസ്റ്റ് എയ്ഡ് വരെയുള്ളത് ഒന്ന് വായിച്ചു നോക്കണം. ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പാരഗ്രാഫും ഒന്ന് വായിച്ചിട്ട് വരിക. ആദ്യം സേഫ്റ്റി ആക്സിഡന്റ്സ് ക്യാൻ ഹാപ്പൻ എനിവെയർ തൊട്ട് എവിടം വരെ? സേഫ്റ്റി റൂൾസ് ഫോർ സ്വിമ്മിങ് വരെ വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് എയ്ഡും കൂടെ ഒന്ന് വായിച്ചിട്ട് വരിക. എന്താണ് ഫസ്റ്റ് എയ്ഡ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. എന്താണ് മോളെ ഷെഫി? പെട്ടെന്ന് പറയും മോളെ, നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോകും. സൈൻ ഇടണ്ട മക്കളെ, നന്നായിട്ട് വായിച്ചാൽ മതി. നിങ്ങള് നന്നായിട്ട് വായിക്കണം. 100